നമുക്കിനി 1 മിനിറ്റ് മാത്രമേ സമയമേ ഉള്ളൂ. പ്രകാശം മാസ്റ്റർ ഒപ്പം ശ്രീ വി പി ശ്രീപത്മനാഭൻ. അതുകൊണ്ട് രണ്ടുപേരും 1/2 മിനിറ്റിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. സ്ട്രെയിറ്റ് ചോദ്യമാണ്. ഭേദഗതികളോടുകൂടി പ്രതിപക്ഷത്തിനു കൂടി സ്വീകാര്യമായ രീതിയിൽ ബിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അനുകൂലിക്കുമോ? പ്രകാശം മാസ്റ്റർ. ഒരിക്കലുമില്ല. ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ പാർട്ടി ഈ കഴിഞ്ഞ 2021 ഡിസംബർ 7 രാംനാഥ് കോവിന്ദിൻ്റെ കമ്മിറ്റി ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അപ്രായോഗികമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പണം, ലോകത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവിടെയെല്ലാം അതിൻ്റെ പണമാകെ കുറവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 16 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ വൻകിടക്കാരുടെ കടം നരേന്ദ്രമോദി ഗവൺമെന്റ് എഴുതി തള്ളിയത്. അതുണ്ടായിരുന്നെങ്കിൽ എത്ര റോഡുകൾ, എത്ര പാലങ്ങൾ, എത്ര വികസനം ഉണ്ടാക്കി. നമുക്ക് ഈ സ്കൂളുകളും കോളേജുകളും റോഡുകളും നിർമ്മിക്കാമായിരുന്നില്ലേ? തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെച്ചിട്ടാണോ വികസനം എന്നതാണ് ചോദ്യം. ഏത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്? സോവിയറ്റ് യൂണിയനിൽ എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? ചൈനയിൽ എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? ക്യൂബയിൽ തെരഞ്ഞെടുപ്പുണ്ടോ? ഉത്തര കൊറിയ തെരഞ്ഞെടുപ്പുണ്ടോ? പോളണ്ടിൽ പണ്ട് തെരഞ്ഞെടുപ്പുണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ലാത്ത നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. ആകെ 3 സീറ്റല്ലേ ഉള്ളൂ. നിങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തോ, ഞങ്ങൾക്കത് പാസ്സാക്കാൻ അറിയാം. ഇവരാരാ? ഇവരാവശ്യമില്ലാത്ത പണിക്ക് മെനക്കണം. ഈ രാജ്യത്ത് കാലാനുസൃതമായ മാറ്റം വരണം. ഓക്കെ, ശരി. താങ്ക് യു ശ്രീ വി പി ശ്രീപത്മനാഭൻ. പ്രകാശം മാസ്റ്റർ, താങ്ക് യു ചർച്ചയിൽ പങ്കുചേർന്നതിന്. ഒറ്റ രാജ്യം, ഒറ്റ തെരഞ്ഞെടുപ്പ്, ഒറ്റ ബുദ്ധിയിലായിരുന്നു എന്നാണ് ചോദ്യം. Debate with Dr. Arun Kumar.